സ്ത്രീകളുടെ സുരക്ഷയും സംരക്ഷണവും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതേപോലെയുള്ള പെണ്ണുപിടിയന്മാരെയും ആഭാസന്മാരെയും മന്ത്രിസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കി ഈ കേരളത്തോട് മാതൃക കാണിക്കാൻ തന്റെ ഇടമുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഗണേശനോടും ചോദിക്കാനുള്ളത്, ഒരു സിനിമയിലെ മോഹൻലാലിനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണോ ഗണേശ താൻ നന്നാവാത്തത്? കാരണം ഇത് ഒരെണ്ണമല്ല, ഓരോ ദിവസവും ഓരോ വർഷവും ഓരോ വിവാഹം കഴിക്കും. ആ വിവാഹം കഴിക്കുന്ന സ്ത്രീകളെയെല്ലാം അതിക്രൂരമായി പീഡിപ്പിച്ച് അതേപോലെ അവരെ ക്രൂരമായി മർദ്ദിപ്പിക്കുന്ന കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ അർഹമല്ല എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗണേശ, നിന്നെ ഞങ്ങൾ ഈ വഴി നടത്തില്ല. പത്തനാപുരത്തെ മണ്ണിലൂടെ നടക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം സ്ത്രീ സുരക്ഷയും സ്ത്രീ സംരക്ഷണവുമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. കാരണം ഒരുപാട് സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം ആ സ്ത്രീകളുടെ കണ്ണീരിന് ഒരാളല്ല, യാമിനി തങ്കച്ചി അടക്കമുള്ള ഈ ഭാര്യമാര് അവരൊഴിക്കുന്ന കണ്ണീരിന് താൻ നാളെ മാപ്പ് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പങ്കെടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ, നേതാക്കന്മാരെ, നമസ്കാരം. ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള ബൈജു തൊണ്ടശ്ശേരി, മറ്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ നമസ്കാരം. നമ്മൾ ഈ സായം സന്ധ്യയിൽ ഇവിടുത്തെ മന്ത്രിയുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം ഈ നാട്ടിലെ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നിരവധിയോളം പെണ്ണുകേസുകൾ അകപ്പെട്ടിട്ടുള്ള ഗാർഹിക പീഡനത്തിൽ പ്രതിയായിട്ടുള്ള ഒരു മന്ത്രി, അതിലൊന്നും പഠിക്കാതെ ഇപ്പോൾ 3ഉം 4ഉം തവണയായിട്ട് ഈ ഗാർഹിക പീഡനത്തിലും പെണ്ണുപിടിയിലും പെടുന്ന ഒരു മന്ത്രിയായി ഗണേഷ് കുമാർ മാറി എന്നതിന്റെ അപമാനവാദത്താൽ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോടൊപ്പം ചേർന്നാണ് ഞങ്ങൾ ഈ ജനകീയമായിട്ടുള്ള ഈ പ്രതിഷേധം ഈ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാർച്ചിൽ ഞങ്ങൾ കൂടുതൽ ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾ ഗതികെട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പത്തനാപുരം നിയമസഭാ മണ്ഡലം ഇന്ന് കേരളത്തിൽ തന്നെ അപമാനിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന്, സ്വത്തിന് ഒക്കെ സംരക്ഷണം കൊടുക്കേണ്ടുന്ന ഒരു മന്ത്രി, ആ സർക്കാരിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രി, ആ മന്ത്രി കാരണം ഈ നാട്ടിലെ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഈ മന്ത്രി കാരണം വീടിന് വെളിയിലെ വലിയ മഹത്തായ ഒരു സമുദായ സംഘടനയുടെ ഉന്നതമായ സംഘടനാ ചുമതലയിലിരിക്കുന്ന ഒരു വ്യക്തി, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തി, അത്തരത്തിലുള്ള ഒരാള് ഇത്തരത്തിലുള്ള നീച പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അയാളെ അധികാര ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ വനിതാ ജയന്തിയും അല്ലെങ്കിൽ വനിതാ സംരക്ഷണ ദിവസവുമൊക്കെ നമ്മൾ ആചരിക്കുമ്പോൾ അതൊരു ആചരണം മാത്രമല്ല, അല്ലെങ്കിൽ അത് ആദരിക്കപ്പെടേണ്ടത് മാത്രമല്ല, ഇത്തരത്തിലുള്ള സ്ത്രീലംബന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ നിന്നും അതല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് ഈ കേരളത്തിന്റെ മാതൃകയാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊരു സൂചനാ സമരമാണ്. വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി രാജിവെക്കുന്നത് വരെ ശക്തമായ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും മഹിളാമോർച്ചയും രംഗത്ത് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
സാധിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ എത്താനാവാത്തത് എന്തുകൊണ്ട് ഒരു NSS പോലെയുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് അവിടെ നിരവധി അഴിമതികൾ നടത്തിക്കൊണ്ട് ഇന്ന് സമൂഹത്തിൽ മുഴുവനും പേരുദോഷം കേൾപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗണേഷ് കുമാർ, അതോടൊപ്പം തന്നെ ഇന്ന് പെണ്ണ് വിഷയത്തിൽ വളരെ സീനിയറായിട്ട് കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള പെണ്ണുപിടിയനായിട്ടുള്ള മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, അത് KB ഗണേഷ് കുമാറാണെന്ന് നമുക്ക് ഇരുകൈകളും നീട്ടി ഇരുകൈകളും ഉയർത്തി നമുക്ക് പറയാൻ സാധിക്കും. വരും കാലങ്ങളിൽ നമ്മുടെ PSC ചോദ്യ പേപ്പറിൽ ഉണ്ടാകുന്ന ഒരു ഉത്തരമായിരിക്കാം നിരവധി പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് KB ഗണേഷ് കുമാർ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഈ പത്തനാപുരത്തിന്റെ പ്രിയ വിടുപ്പ് മാലിന്യമേ, ഈ നാട്ടിൽ നിന്നും നിങ്ങളൊന്ന് പോയി തന്നാൽ ഈ നാടിനെ ഒരു മനോഹരമായ നാടാക്കി മാറ്റുവാൻ ഇവിടുത്തെ ജനങ്ങൾ ശ്രമിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇവിടെ എനിക്ക് മുൻപ് പ്രസംഗിച്ച അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി വന്ധ്യീകരിക്കാമെന്ന്. വന്ധ്യീകരിച്ചാൽ ഈ സൂക്കട് മാറില്ല. നമുക്കറിയാം വന്ധ്യീകരിക്കപ്പെടുന്ന ആൾക്കാർക്ക് മറ്റ് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് വന്ധ്യീകരിക്കുകയല്ല വേണ്ടുന്നത്. നമുക്കറിയാം മത്സരിക്കാൻ പോകുന്ന കാളകളെ ചെയ്യുന്നത് അതിന് മറ്റൊരു തരത്തിലുമുള്ള ഈ നമ്മളിപ്പോ പറയുമ്പോ ഇപ്പൊ എന്റെ കൂടെ സഹോദരിമാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് തുറന്നു പറയുന്നില്ല. അതുകൊണ്ട് വരിയുടച്ചു വിടണം ഈ ഗണേഷ് കുമാറിനെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ വിത്തുകളെയല്ല മറിച്ച് മത്സരിപ്പിക്കാൻ കൊണ്ടുപോകേണ്ടുന്ന ആ കാളയാക്കി മാറ്റിക്കൊണ്ട് വരിയുടച്ചു വിട്ടില്ലെങ്കിൽ ഇവിടുത്തെ സഹോദരിമാർക്ക് അമ്മമാർക്ക് ജീവിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടുത്തെ MLA പോകും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. വരും ദിവസങ്ങളിൽ MLA കുറിച്ചുള്ള നിരവധി അഴിമതി കഥകൾ പുറത്തു വരാനിരിക്കുന്നു. അത് NSSന്റെ താലൂക്ക് യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായാലും അതുപോലെ തന്നെ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായിട്ട് പത്തനാപുരത്തിന്റെ വികസന നായകൻ സ്വയം നടിച്ചു നടക്കുന്ന ഗണേഷ് കുമാറിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ തുറന്നുവിട്ടിരിക്കുകയാണ് ഇവിടുത്തെ പല കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ പല നേതാക്കന്മാരും എന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭാര്യയെ മർദ്ദിക്കുന്ന ഗാർഹിക പീഡകനായിട്ടുള്ള അത് ഭാര്യയെ മർദ്ദിക്കുക മാത്രമല്ല, അതുകൊണ്ട് മാത്രമല്ല കൂടെയുള്ള പ്രവർത്തകർക്ക് നമുക്കറിയാം ഇവിടെ കുറെ PAമാരും PSമാരും ഉണ്ട്. ഈ PAമാരുടെയും PSമാരുടെ പണി ജനങ്ങൾ പറയുന്നത് അത് അവരുടെ പണി PA അല്ല PS അല്ല മറിച്ച് വേറൊരു PA. എന്ത് PA എന്നറിയാമോ? പിമ്പിന്റെ PA ആണ് അവരുടെ പണി. PA അല്ല, അവർ പിമ്പിന്റെ പണി ചെയ്യുന്ന ഇവിടുത്തെ കുറെ PSമാര് ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇവരെയൊക്കെ ഈ വരുകാലങ്ങളിൽ നമുക്ക് കൽത്തുറങ്കിൽ കാണാൻ കഴിയുന്ന രീതിയിലേക്ക് ഇവിടുത്തെ പല പീഡന കഥകളും പുറത്തു വരാൻ പോകുന്നു. അതുകൊണ്ട് നമുക്കറിയാം പല കരോഗങ്ങളും NSSന്റെ കരോഗം അങ്ങനെ അല്ലെങ്കിൽ സെക്രട്ടറിമാര് പ്രസിഡന്റുമാര് ഈ താലൂക്ക് പ്രസിഡന്റിനെ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. പല NSSന്റെ താലൂക്ക് പ്രസിഡന്റുമാരും പല കരയോഗ അംഗങ്ങളുടെയും കരയോഗ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയൊക്കെ വീട്ടിൽ പോകുമ്പോ പത്തനാപുരം താലൂക്കിൽപ്പെട്ട ഒരൊറ്റ കരയോഗത്തിന്റെ സെക്രട്ടറിമാരോ പ്രസിഡന്റുമാരോ ഈ താലൂക്ക് പ്രസിഡന്റിനെ വീട്ടിൽ കൊണ്ടുപോകാൻ തയ്യാറാകുന്നില്ല. കാരണം അവിടെ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ചിലപ്പോ പ്രായമായിട്ടുള്ള മകളുണ്ടാവും. അതുകൊണ്ട് അത്തരത്തിലൊരു ഗതികേടുള്ള ഒരേ ഒരു താലൂക്ക് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് പറയാൻ സാധിക്കും KB ഗണേഷ് കുമാറിനുള്ളത്. അതുകൊണ്ട് KB ഗണേഷ് കുമാറിനെ നിങ്ങൾ അടിയന്തരമായിട്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി അടിയന്തരമായിട്ട് അദ്ദേഹത്തിന് വരിയൊടച്ച് അദ്ദേഹത്തിനെ സമൂഹത്തിലേക്ക് ഇറക്കി വേണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട പെൺകുട്ടികൾക്ക്, അമ്മമാർക്ക്, സഹോദരിമാർക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യുവാൻ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ പേര് സ്വപ്നമായിട്ട് ഇവിടുത്തെ MLA ഇവിടുത്തെ ഗതാഗത മന്ത്രി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് പകൽ പോലെ സത്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ രാജിവെപ്പിച്ച ഈ നാടിന് മാനക്കേടിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പിണറായി വിജയനോട് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങള് അഭ്യർത്ഥിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ സമര പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ നേരുകയും ഈ സമരം ഞങ്ങളുടെ ഒരു സൂചന മാത്രമാണെന്നും വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്നും ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ വിളക്കുടി ചന്ദ്രൻ. പ്രിയമുള്ള ഈ സമരപരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ സുഭാഷ് കൊട്ടാരി, ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജീവ് പ്രസാദ്, ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ AR അരുണ, ആലഞ്ചേരി ജയചന്ദ്രൻ, ജില്ലയുടെ സെക്രട്ടറി ശ്രീ ബൈജു തൊണ്ടശ്ശേരി, മണ്ഡലം പ്രസിഡന്റ് ബാഹുലേ, സമന്വിതരായ പാർട്ടിയുടെ നേതാക്കന്മാർ, ഉദ്ഘാടകനും അതേപോലെ തന്നെ പ്രാസംഗികരും എല്ലാം തന്നെ ഇങ്ങനെയൊരു സമരം സംഘടിപ്പിക്കേണ്ട സാഹചര്യത്തിലായിരിക്കുന്നു. ഈ ഇരിക്കുന്ന പത്രമാധ്യമങ്ങളും ഒക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ
നിലവിലെ ഭാര്യയെന്ന് അവകാശപ്പെടുന്ന ആ സഹോദരി മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ കഥകൾ ഏവരും ശ്രദ്ധിച്ചു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇങ്ങനെയുള്ള ജനപ്രതിനിധികൾക്ക് ഈ നാട്ടിലെ അമ്മമാരെയും സഹോദരിമാരെയും സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് ഇവിടുത്തെ മാധ്യമം, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും വിലയിരുത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തിനേയും ആഘോഷമായി കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നിയമപാലകർ പോലും ഉള്ളിൽ ശപിക്കുന്നുണ്ടാകും. ഇങ്ങനെയൊരു വൃത്തികെട്ട മന്ത്രിയെയും MLA-യും പത്തനാപുരത്തുണ്ടായത് ഞങ്ങൾക്ക് കൂടി സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഇവിടുത്തെ നിയമപാലകരുടെ മനസ്സിലൂടെ പറയുന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി പത്തനാപുരം മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലായി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പോകുമ്പോൾ അദ്ദേഹം ആഘോഷമാക്കി മാറ്റുമ്പോൾ ഒരമ്മയ്ക്കും സഹോദരിക്കും ഒരു MLA എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഒരു കാര്യം പറയുവാൻ സാധിക്കാത്ത വിശേഷമാണ്. ഞാൻ ദീർഘമായി പറയുന്നില്ല. ഇദ്ദേഹം ഇവിടെ MLA ആയി വന്നതിന് ശേഷം നിരവധി ആളുകൾ ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ട് അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായി നിന്നുകൊണ്ട് ഇന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഈ മാധ്യമക്കാരോട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ വ്യക്തിപരമായി ഒന്ന് ചോദിക്കണം. കഴിഞ്ഞ കാലങ്ങളായി ഞാൻ ഈ പറയുന്ന ഗണേഷ് കുമാറിനോട് MLA-യോട് ഈ ആളുകൾ സഹകരിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയാൻ പറഞ്ഞാൽ ആ സഹോദരനും സഹോദരിമാരും പറയും, ഞങ്ങൾക്ക് കിട്ടിയ ഇദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് പറയുവാൻ സാധിക്കും. ഈ നാടിന്റെ വികസനമല്ല, വാഹനത്തിൽ പോകുമ്പോ സ്ത്രീകളുടെ ചേഷ്ടകൾ വർണ്ണിക്കുവാൻ വേണ്ടി അവസരം കണ്ടെത്തുന്ന ഒരു മന്ത്രി, ഇത് ഈ നാടിന് അപമാനമാണ് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ ഇടതുപക്ഷ കക്ഷിയുടെ ഭാഗമായി നിൽക്കുന്ന ഗണേഷ് കുമാർ ഈ നടത്തുള്ള ചെയ്തികളെ പറ്റി ഇടതുപക്ഷ പ്രസ്ഥാനം മറുപടി പറയണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെയുള്ള പെണ്ണുപിടിയന്മാരെ, ഇങ്ങനെയുള്ള ആവാസന്മാരെ സംരക്ഷിക്കുവാൻ ഇടതുപക്ഷ പ്രസ്ഥാനം തയ്യാറാണോ എന്ന് ഇവിടുത്തെ LDF-ന്റെ നേതൃത്വവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. മറ്റൊന്ന്, നമുക്കറിയാം, മന്നത്താചാര്യൻ കൊളുത്തിയ ദീപശില, ആ മന്നം തൊടുത്തുവിട്ട NSS എന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ പത്തനാപുരത്തിന്റെ താലിക്കൂടൻ പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുമ്പോൾ ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും നിരന്നു നിന്നുകൊണ്ട് ഇദ്ദേഹം പ്രസിഡന്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മമാരും സഹോദരിമാരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയും, ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ ഞങ്ങൾക്ക് പത്തനാപുരം താലൂക്കിന് ആവശ്യമില്ല എന്ന് പറയുക സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നായന്മാർക്ക് അപമാനമാണ്. ഇവിടുത്തെ മന്നത്തേക്കുള്ള പകർപ്പരായ ആളുകൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ ആവശ്യമില്ല എന്ന് അതിനു വേണ്ടിയിട്ട് പത്തനാപുരം താലൂക്കിലെ ഉശിരുള്ള നായർ സമൂഹം ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ നീക്കം ചെയ്യുവാൻ വേണ്ടി നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തായാലും ശരി, ഈ സമര പരിപാടി തുടക്കം മാത്രമാണ്. ഇതുകൊണ്ട് ഗണേശൻ ആഘോഷിക്കാമെന്ന് വിചാരിക്കണ്ട. ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ആഭാസ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ തക്ക ശിക്ഷ തരുവാൻ വേണ്ടി, ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുവാൻ വേണ്ടി ഏൽപ്പുള്ള പ്രസ്ഥാനമെന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി അതിന് മുന്നിട്ടിറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഈ മാർച്ചിന് നേതൃത്വം രേഖപ്പെടുത്താൻ കുന്നിക്കോട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബാഹുലേനേഷൻ. ബഹുമാന്യരായ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ, ഈ വൈകിയ വേളയിൽ ഒരു സമൂഹത്തിന്റെ മുഴുവൻ അപമാന ഭാരം പേറിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്ന് ഈ പത്തനാപുരം നഗരത്തിൽ നിൽക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളെ സേവിക്കുന്നതിനായി തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി എത്രത്തോളം മതപ്പതിക്കാമോ അത്രത്തോളം മതപ്പതിച്ച ഒരു പുരുഷ വേശ്യയായി മാറിക്കൊണ്ട് ഈ നാടിന് മുഴുവൻ അപമാനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ
അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇന്നിവിടെ ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിട്ടുള്ളത്. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഈ ഒരു കാമഭ്രാന്തൻ ഈ നാടിന് മുഴുവൻ നാണക്കേടായി ഈ പത്തനാപുരത്ത് ജനങ്ങളെ മുഴുവൻ ഈ ലോകത്തിന് മുന്നിൽ അവമാനിതനാക്കി നിർത്തുന്ന ഈ ഒരു സാഹചര്യത്തില് ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാറിനെ ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമര പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യയായ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ് പ്രസാദ്, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, മറ്റ് വിവിധ കാര്യകർത്താക്കൾ, പാർട്ടിയുടെ സഹപ്രവർത്തകർ എല്ലാവർക്കും ഈ സമര പരിപാടിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. ഈ സമര പരിപാടികളുടെ തുടർന്നുള്ള കാര്യക്രമങ്ങൾ പാർട്ടിയുടെ വേണ്ട കാര്യകർത്താക്കൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കുമെന്ന ഒരു വാർത്ത മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തേ മാറി നമ്മുടെ ഈ മാർച്ച് അവസാനമല്ല. ശക്തമായ നടപടി ഈ മന്ത്രിയുടെ രാജി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പ്രതിഷേധങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പത്തനാപുരത്ത് ഉണ്ടാകും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. BJP ആയതുകൊണ്ടിട്ടുണ്ടോ അതേ ഗ്രൂപ്പ് മറ്റേ എൻ്റെ പേരെന്തോ അത് BJP മന്ത്രിമാരതിന് ശേഷമുള്ള പ്രതികരണങ്ങളും വളരെ വികലമായിരുന്നു. അതിനെ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രണയമെന്നൊക്കെയാണ് മന്ത്രി വിശേഷിപ്പിക്കുന്നത്. അതിനോടൊക്കെ ഒരു സ്വന്തം ഭാര്യയെ അതിക്രൂരമായി വർദ്ധിച്ചിട്ട് പ്രണയമാണെന്ന് ഏത് തരത്തിലുള്ള പ്രണയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് ഒരു പ്രാവശ്യമല്ല. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയോട് അടക്കമുള്ളവർക്ക് അദ്ദേഹത്തെ അത് ചോദ്യം ചെയ്തതിന്